കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ വിശുദ്ധ വന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും കരം പിടിച്ച് നമ്മെ നടത്തുന്ന സർവശക്തനായ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. അവിടുന്ന് ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമായ ദൈവമാണ്. അപ്പോൾ തന്നെ യഹോവയുടെ ആലോചന ശാശ്വതമായും അവിടുത്തെ ഹൃദയവിചാരങ്ങൾ തലമുറയായിരിക്കുന്നു. യോബിന്റെ പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ അറിവുകൂടാതെ ആലോചനയെ മറിച്ചു കളയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അവിടുത്തെ പ്രവൃത്തികൾ അത്യുത്തമമാണ്. സ്തോത്രം ചെയ്യാം. ചെങ്കണ്ണയെ രണ്ടായി പായിച്ച് തൻ്റെ ജനത്തെ മരുഭൂമിയിലെന്ന പോലെ അഴിയിലൂടെ നടത്തിയ അവിടുത്തെ കരം ഇന്നും കുറുതായി പോയിട്ടില്ല. നമ്മൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ, പ്രതികൂലങ്ങൾ, ഇതൊന്നും സാരമില്ല പ്രിയരെ. ദൈവത്തെ വലുതായി കാണുക. വലിയവനായ ദൈവം നമ്മുടെ പ്രശ്നം നോക്കുമ്പോൾ അത് ഒന്നുമല്ല, നമുക്കാണ് അത് വലുത്. ദൈവത്തിന് വലുത് എന്ന് പറഞ്ഞൊരു സംഭവമില്ല. എപ്പോഴും നാം അത് ഓർക്കണം. നമ്മുടെ ദൈവത്തിനെല്ലാം ഒരുപോലെയാണ്. പരിധിയും പരിമിതിയില്ലാത്ത ദൈവത്തെയാണല്ലോ നമ്മൾ സേവിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് ഇസ്രായേൽ മക്കൾ ചിന്തിക്കേണ്ടി വന്നില്ല. അവർക്ക് വേണ്ടി ശ്രേഷ്ഠകരമായ കരുതൽ വെളിപ്പെടുത്തുവാൻ കഴിവുള്ള ഉന്നതനായ ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിൻ്റെ മുമ്പാകെ നമുക്ക് ഏൽപ്പിക്കാം. രാജാതി രാജാവും കർത്താതി കർത്താവുമായി മരണത്തെയും പാതാളത്തെയും വെല്ലുവിളിച്ച് കല്ലറകളെ ഭേദിച്ച് മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട് എന്ന് അരുളി ചെയ്തവൻ, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവൻ, ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുന്ന യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ ഇന്നു പകലിലും നമ്മുടെ കൂടെയുണ്ട്. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ഈ സന്ദേശം ഏറ്റെടുക്കുമല്ലോ. ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. നമ്മുടെ രക്ഷയാകുന്ന ദൈവമാണ്. നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവമാണ്. അവിടുത്തേക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്ത് ആ ദൈവത്തെ ആരാധിക്കാം. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവൻ ലോപോവോ എന്നാണ്. എന്നുവെച്ചാൽ വാക്ക് മാറ്റി പറയുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. മനുഷ്യനാണെങ്കിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് വാക്കുകൾ മാറ്റുമ്പോൾ നമ്മുടെ ദൈവം സാഹചര്യങ്ങൾക്കും ഇതേ പ്രവർത്തിക്കുന്ന ദൈവമാണ്. എല്ലാറ്റിൻ്റെയും മീതെ എൻ്റെ ദൈവത്തിൻ്റെ കരമുണ്ട്. നമ്മൾ പരാജയപ്പെടുമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ഞാൻ ജയിച്ചവൻ എന്ന് പറയുന്ന ദൈവശബ്ദം നമ്മളെ കേൾപ്പിക്കുന്നത്. ഇനി ഇതെങ്ങനെ നടക്കും എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് എനിക്ക് സകലവും സാധ്യമെന്ന് പറയുന്ന ശ്രേഷ്ഠ ശബ്ദം നമ്മളെ ബലപ്പെടുത്തുന്നത്. ഇനിയും ഒരു വിടുതലുണ്ടാകുമോ എന്ന് ചിന്തിക്കുമ്പോഴാണ് ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ, അടിപ്പിണനാൽ സൗഖ്യം വന്നിരിക്കുന്നുവെന്ന മാറ്റമില്ലാത്ത ശബ്ദത്താൽ നമ്മൾ ശക്തരാകുന്നത്. ഇരുള് മൂടുമോ എന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്.
എന്ന് പറയുന്ന ദൈവശബ്ദം ഇന്ന് പകൽ നമുക്ക് വേണ്ടി മുഴങ്ങുകയാണ്. ഭയം വ്യാപരിക്കുമ്പോഴാണ് ദൈവശബ്ദം മുഴങ്ങുന്നത്. ഭയപ്പെടണ്ട, ഞാനാ നിന്റെ കൂടെയുള്ളത്. അഖിലാണ്ടത്തിൻ്റെ ഉടയവൻ്റെ ശബ്ദം ഇന്നു പകലിലും നമ്മളെ ബലപ്പെടുത്തും. ആവർത്തന പുസ്തകം 8:18 നിന്റെ ദൈവമായ യഹോവയെ നീ ഓർക്കണം, നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത തൻ്റെ നിയമം ഇന്നുള്ളതുപോലെ ഉറപ്പിക്കേണ്ടതിന് അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കാൻ ശക്തി തരുന്നത്. 8-ാം അധ്യായം ആവർത്തന പുസ്തകം 8-ാം അധ്യായം യഹോവ എന്തുകൊണ്ടാണ് താഴ്ത്തിയതെന്നതിൻ്റെ തുടക്കത്തിൽ എഴുതിയിട്ടുണ്ട്. നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്താനും തൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിലിരിക്കുന്നത് അറിയുവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധം നീ ഓർക്കണം. തൻ്റെ ജനത്തോട് പറയുകയാണ്, നിന്റെ ജീവിതത്തിൽ ചില കഷ്ടങ്ങൾ വന്നില്ലേ, താഴ്ത്തിയ അനുഭവങ്ങൾ വന്നില്ലേ, ഒറ്റപ്പെട്ടു പോകുമെന്ന് ചിന്തിച്ചില്ലേ, മരുഭൂമി വന്നില്ലേ. പക്ഷെ എന്തിനാണെന്നറിയാമോ? നിന്റെ ഹൃദയത്തിൽ എന്താണ് ഇരിക്കുന്നതെന്ന് ദൈവത്തിന് ഒന്ന് അറിയണമായിരുന്നു. എന്നുവെച്ചാൽ പിറുപിറുക്കുമോ, സംശയിക്കുമോ, അവിശ്വസിക്കുമോ, ദൈവത്തെ തള്ളിപ്പറയുമോ എന്ന് ദൈവം ടെസ്റ്റ് ചെയ്താണ് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുമ്പോഴും 3 ദിവസം യേശുവിൻ്റെ പ്രഭാഷണം കേട്ട് 3-ാമത്തെ ദിവസമായപ്പോൾ യേശു ഫിലിപ്പോസിന് അല്ലെങ്കിൽ ശിഷ്യന്മാരോട് പറഞ്ഞു, ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. എന്നിട്ട് അവിടെ യേശു പറയുകയാണ്, ഇവരുടെ ഹൃദയത്തിലുള്ള ഇവരെന്താണ് പറയുന്നത്, ഇവരുടെ ആറ്റിറ്റ്യൂഡ് എനിക്കൊന്ന് മനസ്സിലാവണം. പക്ഷെ ഞാൻ എന്തോ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ ഇവരെ ഒന്ന് പരീക്ഷിക്കാനാണ് ഞാനത് ചെയ്തത്. പ്രിയരെ, അവിടെ പറയേണ്ടത്, ദൈവമേ അങ്ങയ്ക്ക് കഴിയും. 10,000 അല്ല, 20,000 പേർക്കല്ല, 40,000 അല്ല, ലക്ഷക്കണക്കിന് അലാണ്ടത്തിന് മുഴുവനും കൊടുക്കാൻ അങ്ങയ്ക്ക് കഴിയും. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചില വിഷയങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ വിടുവിക്കാനും സൗഖ്യമാക്കാനും ബലം കൽപ്പിക്കാനും തിരിച്ചു വരുത്താനും ആരോഗ്യവും രോഗശാന്തിയും നൽകുവാനും നഷ്ടപ്പെട്ടത് മടക്കി തരുവാനും ആത്മാവിൽ ഞങ്ങളെ ശക്തീകരിക്കാനും കർത്താവ് ഈ ശോധന, ഈ ടെസ്റ്റ് വലിയ ടെസ്റ്റ് മണിക്കാണ്, വലിയ സാക്ഷ്യത്തിനാണ്, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു എന്ന് പറയാൻ എത്ര പേർ തയ്യാറാവും? ഇതാ ദൈവം നോക്കുന്നത്. അങ്ങനെയാണ് ആ അധ്യായം തുടങ്ങുന്നത് തന്നെ. എന്നിട്ട് പറയുകയാണ്, അതിൻ്റെ 10-ാം വാക്യം കൂടെ ശ്രദ്ധിക്കൂ, ഇതിൻ്റെ എല്ലാം നടുവിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും, ഒരു ചേഞ്ച് വരുത്തും. വെട്ടുക്കിളി, തുള്ളൻ, പച്ചപ്പുഴു വീട്ടിൽ നശിപ്പിച്ച സംവത്സരങ്ങൾ ദൈവം നിനക്ക് നൽകും. നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെക്കുറിച്ച് സ്തോത്രം ചെയ്യണം. ദൈവം നന്മ തിരിച്ചു തരുമ്പോൾ, വിടുതൽ നൽകുമ്പോൾ, സൗഖ്യം തരുമ്പോൾ, ബലം തരുമ്പോൾ, നിങ്ങളെ ഒരുമിച്ച് നിർത്തുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം, ദൈവത്തിന് നന്ദി പറയണം. ഇനി നമ്മുടെ കുറിവാക്യം നോക്കൂ, നിന്റെ ദൈവമായ യഹോവയെ നീ ഓർക്കണം. ഇതെല്ലാം തിരിച്ചു തന്ന ദൈവമാണെന്ന് ഓർക്കണം, മടക്കി വരുത്തിയ ദൈവമാണെന്ന് ഓർക്കണം, താഴ്ത്തി പരീക്ഷിച്ചെങ്കിലും ഇറങ്ങി വന്ന ദൈവത്തിന്റെ കരം ഓർക്കണം. സഹായത്തിന് ആരുമില്ലാതിരിക്കെ ഓരോ പ്രഭാതത്തിലും ദൈവത്തിന്റെ കരുതലുകൾ, ദൈവത്തിന്റെ നടത്തിപ്പുകൾ ഓർക്കണം. എന്നിട്ട് പറയുന്നത്, എൻ്റെ കൈ കൊണ്ടല്ല, എൻ്റെ ശക്തി കൊണ്ടല്ല ഞാൻ ഇത്രത്തോളം വന്നത്, എന്നെ ദൈവം കൊണ്ടുവന്നതാ. എൻ്റെ കുടുംബത്തെ, പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പറയും ഞങ്ങൾക്ക് ബുദ്ധിയുള്ളതുകൊണ്ടാണ് ജോലി കിട്ടിയത്. പക്ഷെ ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ പോയി ജോലി ചെയ്യാൻ പറ്റുള്ളൂ, എഴുന്നേൽക്കാൻ പറ്റുള്ളൂ. പ്രിയ സഹോദരങ്ങളെ, ബുദ്ധിയിലും കഴിവിലും ശക്തിയിലും ആശ്രയിക്കരുത് എന്നാണ് ഇവിടെ പറയുന്നത്. ദൈവത്തെ ഓർക്കണം, ദൈവത്തിന്റെ നടത്തിപ്പ് ഓർക്കണം, ദൈവത്തിന്റെ സൂക്ഷിപ്പ് ഓർക്കണം, ദൈവത്തിന്റെ കരുതൽ ഓർക്കണം, ദൈവത്തിന്റെ വിടുതൽ ഓർക്കണം. പ്രൈസ് ദി ലോർഡ്. അതാ വാക്യത്തിന്റെ പ്രസക്തി.
നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത് തന്റെ നിയമം ഇന്നുള്ളതുപോലെ ഉറപ്പിക്കേണ്ടതിന് അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കാൻ ശക്തി നൽകിയത്, നടക്കാൻ ശക്തി നൽകിയത്, കുടുംബമായി നിർത്താൻ പ്രസാദം തോന്നിയത്, എണ്ണത്തിൽ കുറയ്ക്കാഞ്ഞത്, തലമുറകളെ ശക്തീകരിച്ചത്, അവരെ എത്തിക്കേണ്ടടുത്ത് എത്തിച്ചത്. നീ ഒറ്റപ്പെട്ടപ്പോഴൊക്കെ പലരും നിന്നെ പരിഹസിച്ചില്ലേ? അവിടെയൊക്കെയും നിന്നെ നടത്തിയത് ദൈവമാണെന്ന് ഓർത്ത് തിരിച്ചുവരവ് നൽകുമ്പോൾ, സൗഖ്യം നൽകുമ്പോൾ, ദൈവം നിന്നെ അനുഗ്രഹിക്കുമ്പോൾ ദൈവത്തിന് മുഴുവൻ മഹത്വവും കൊടുക്കാൻ തയ്യാറാകണമെന്നാ പറഞ്ഞതിന്റെ സാരം. ഈ ഒരു ദൂതാണ് ഇന്ന് പകൽ ദൈവത്തിന് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളായിരിക്കുന്ന ദേശത്ത് നിങ്ങളെ കൊണ്ടുപോയ ദൈവമാ, ദീർഘായുസ് നൽകിയ ദൈവമാ. തകർത്ത് കളയാൻ പിശാച് നോക്കിയപ്പോഴും അതിന്റെ നടുവിലും വിടുവിച്ച് നിർത്തിയ ദൈവമാ. ആ ദൈവത്തിന് നന്ദി പറഞ്ഞ് ധനത്തിൽ ആശ്രയിക്കാതെ, കഴിവിൽ ആശ്രയിക്കാതെ, ബലത്തിൽ ആശ്രയിക്കാതെ മഹത്വം കർത്താവിന് കൊടുത്തുകൊണ്ട് മുൻപോട്ട് പോകാൻ ഇന്ന് പകൽ തയ്യാറാകാൻ ദൈവാത്മാവ് തന്റെ ജനത്തെ ആഹ്വാനം ചെയ്യുന്നു. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ചില വേദനകളും കഷ്ടങ്ങളും സാരമില്ല. ദൈവത്തിന് നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് പുറത്തു കൊണ്ടുവരാൻ, നിങ്ങൾ എന്തു പറയുമെന്ന് ചിന്തിക്കാൻ ദൈവം ചെയ്ത സംശയിച്ചിട്ടുണ്ടോ? അവിശ്വസിച്ചിട്ടുണ്ടോ? പിറുപിറുത്തിട്ടുണ്ടോ? ഒന്ന് മടങ്ങി വന്ന് ദൈവമേ ക്ഷമിക്കണമേ, ഞങ്ങളറിയാതെ പറഞ്ഞുപോയി. അങ്ങയ്ക്കിന്നും പ്രവർത്തിക്കാൻ കഴിയും, അങ്ങയ്ക്കിന്നും ഇറങ്ങി വരാൻ കഴിയും. അങ്ങ് ഞങ്ങൾ നമിക്കുന്നു. ഒന്ന് താഴ്ത്താമോ? പിതാവേ, ഈ വചനത്തിന്റെ ശക്തി ജനത്തിന്റെ മേൽ ഇന്ന് പ്രഭാതത്തിൽ വ്യാപരിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരത്തിന്റെ വല്ലഭത്വം വെളിപ്പെടുത്തി ആദരിക്കും. സാധ്യങ്ങൾ സാധ്യമാക്കും. ഞങ്ങളങ്ങെ ഓർക്കുന്നു, ഞങ്ങളങ്ങേക്ക് മഹത്വം കരേറ്റുന്നു. അങ്ങാണ് ഞങ്ങളെ നടത്തിയത്. അങ്ങൊഴികെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു നന്മയുമില്ലെന്ന് തുറന്ന് സമ്മതിക്കുന്നു. സകല മഹത്വവും അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ധൈര്യത്തോടെ ദൈവത്തിന് മഹത്വം കരേറ്റാം. താഴ്ത്തിയതും പരീക്ഷിച്ചതും ഒക്കെ ദൈവമാണ്. നമ്മുടെ ഹൃദയത്തിലുള്ള ദൈവത്തിന് അറിയണം. അതിൻ്റെ അർത്ഥം ദൈവത്തിന് നമ്മളോട് ഉള്ള സ്നേഹം എത്രയുണ്ടെന്ന് ദൈവത്തിന് അറിയണമായിരുന്നു. ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ ദൈവത്തെങ്കിലേക്ക് അടുത്തു വരൂ. ഈ വചനങ്ങൾ അവരോട് സഹായിക്കട്ടെ. സ്റ്റേഷനിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.